നേരെ നമ്മൾ തൃശ്ശൂരിലേക്കാണ്. അവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സമാപനം, ഒപ്പം തന്നെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ്. 10,000-ൽ പരം പാപ്പമാരാണ് ഭാഗമായി 15,000-ലേറെ. എന്തായാലും വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നു. കുട്ടികൾ സ്കേറ്റിംഗ് ഒക്കെ ആയി പാപ്പമാർ രംഗത്തിറങ്ങിയിരിക്കുന്നു. അത് കൊച്ചുകുട്ടികൾ മുതൽ അങ്ങ് മുതിർന്ന പാപ്പമാരെ വരെ നമുക്ക് കാണാൻ കഴിയും. അതിനനുസരിച്ചുള്ള ഗതാഗത നിയന്ത്രണം നമുക്ക് നേരത്തെ തന്നെ തൃശ്ശൂർ നഗരത്തിൽ ഒരുക്കിയിരുന്നു. ഈ 5 വയസ്സുള്ള ആളുണ്ട്, 15 വയസ്സുള്ള ആളുണ്ട്, 50 വയസ്സുള്ള ആളുണ്ട്, അങ്ങനെ ആബാലവൃദ്ധം സാന്റാമാരിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. കുടുംബം ഒന്നടങ്കം പാപ്പമാരായി എത്തിയവരുമുണ്ടെന്ന് തോന്നുന്നു. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളുണ്ട്. 107 ഇടവകളുടെ കുട്ടികളാണ്. അതെ, കുഞ്ഞിപ്പാപ്പ സ്കേറ്റിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്. MS ലിഷോയ് ഉണ്ട് അവിടെ. നമുക്ക് ഈ കാഴ്ചകളൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി വിവരിക്കാനായി. ലിഷോയ് തുടങ്ങിക്കോളൂ. ദിവിഷ, ഇന്ന് ഈ സ്വരാജ് റൗണ്ടും അതുപോലെ തന്നെ തൃശ്ശൂരിന്റെ നഗരവും മുഴുവൻ ഇവരുടേതാണ്, ഈ കുട്ടിപ്പാപ്പന്മാരുടേതാണ്. അതിനോടൊപ്പം തന്നെ മുതിർന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇതേ കണ്ടില്ലേ, 3.5 വയസ്സുകാരിയാണ്, അധിക എന്നാണ് പേര്. ആള് എന്തായാലും ഉഷാറാണ്. കുറേ നേരമായിട്ട് ഇവിടെ സ്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്കേറ്റിംഗ് പാപ്പന്മാരുണ്ട്, കൂടാതെ ബൈക്കിലെത്തുന്ന പാപ്പന്മാരുണ്ട്, കൂടാതെ അങ്ങനെ പല വിധത്തിൽ പല വേഷത്തിൽ ഇവിടെ ഇങ്ങനെ എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉദ്ഘാടന ചടങ്ങ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മന്ത്രി കെ രാജൻ, മന്ത്രി ആർ ബിന്ദുവും ഉൾപ്പെടെയുള്ളവർ ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി ഫ്ലാഗ് ഓഫ് കർമ്മം എന്തായാലും നിർവഹിക്കും. ഇവരെല്ലാവരും തന്നെ അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ആരംഭിക്കുകയായി. ഇതിപ്പോൾ 11ാമത്തെ വർഷമാണ് തൃശ്ശൂരിൽ ബോൺ നത്താലെ ആഘോഷങ്ങൾ നടക്കുന്നത്. 2013-ലാണ് ആദ്യമായി ബോൺ നത്താലെ ആരംഭിച്ചത്. അന്ന് ലോക റെക്കോർഡിന് വേണ്ടി ഈ ഇത്തരത്തിൽ ഒരു പപ്പാമാരുടെ ഒരു സംഗമം ആദ്യം സംഘടിപ്പിച്ചതാണ്. പിന്നീട് ഓരോ വർഷവും ഇവിടെ ഈ ക്രിസ്മസ് പാപ്പമാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ചെയ്യാറുള്ളത്. ഈ കാണുന്ന പോലെ തന്നെ പല വിധത്തിലുള്ള സ്കില്ലുകൾ കാണിക്കുന്ന ക്രിസ്മസ് പാപ്പമാർ, അതുപോലെ തന്നെ പല പ്രായത്തിലുള്ളവർ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഓരോ വർഷം കൂടുമ്പോഴും ഓരോ വർഷം കഴിയുമ്പോഴും ഈ ബോൺ നത്താലേക്ക് വേണ്ടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആ ഫ്ലാഗ് ഓഫിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. ഫ്ലാഗ് ഓഫ് ഇതാ അവിടെ നടന്നു കഴിഞ്ഞു. എന്തായാലും ആ ഫ്ലാഗ് ഓഫിന് ശേഷം പിന്നീട് അവിടെ നിന്നും ആ പാപ്പന്മാരെല്ലാവരും തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. നമുക്ക് കാണാൻ സാധിക്കും മന്ത്രിമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഈ തൃശ്ശൂരിൻ്റെ തന്നെ എല്ലാ പൗരപ്രമുഖരും എല്ലാം തന്നെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത് മതമൈത്രിയുടേതു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള വേർതിരിവുകളും ഇതിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മനോഹാരിത, അതായത് ഇന്ന് ഈ തൃശ്ശൂർ നഗരം മുഴുവൻ ചുവപ്പ് അണിഞ്ഞ പപ്പാഞ്ഞിമാരുടെ ക്രിസ്മസ് പാപ്പമാരുടെ ഒരു സംഗമം കൂടിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിന് എല്ലാ പ്രായത്തിൽ നിന്നുള്ളവരുമുണ്ട്, ചെറുപ്രായത്തിലുള്ളവരുണ്ട്, മുതിർന്നവരുണ്ട്, അങ്ങനെ എല്ലാ പ്രായത്തിലുള്ള ആളുകളും ഈ ഒരു സംഗമത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. ഈ തൃശ്ശൂർ ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള, പല ഇടങ്ങളിൽ നിന്നുള്ള, ഇടവകകളിൽ നിന്നുള്ള ആളുകളും, അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിൻ്റെ നഗരത്തിനും അടുത്ത പ്രദേശത്തുള്ള ഇടങ്ങളിൽ നിന്നുള്ള ആളുകളും എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ഈ ഒരു ക്രിസ്മസ് പാപ്പമാരുടെ വേഷം അണിഞ്ഞുകൊണ്ട് ഈ തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നിശ്ചല ദൃശ്യങ്ങളും, പല തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങൾ, സാമൂഹിക പ്രാധാന്യമുള്ള നിശ്ചല ദൃശ്യങ്ങൾ, വയനാട് ദുരന്തത്തിനെ അനുസ്മരിപ്പിക്കുന്ന, അവർക്ക് ഒരു ട്രിബ്യൂട്ട് അർപ്പിക്കുന്ന രീതിക്കുള്ള നിശ്ചല ദൃശ്യങ്ങൾ, അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ ഈ ഇപ്പോഴത്തെ ഒരു സാമൂഹിക സ്ഥിതിയെല്ലാം തന്നെ കാണിക്കുന്ന തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങൾ, കൂടാതെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പുതുവത്സരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെയുള്ള നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ബോൺ നത്താലെ ചടങ്ങുകൾ ഇത്തവണത്തെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ എല്ലാവരും തന്നെ ഈ ബോൺ നത്താലയുടെ ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പല വിധത്തിലുള്ള മത്സരങ്ങളുണ്ട് എങ്കിൽ പോലും എല്ലാവരും അതിൻ്റെ ഒരു ഭാഗമാവുക, ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ ബോൺ നത്താലേക്ക് പങ്കെടുക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെയും അതുപോലെ തന്നെ എല്ലാ തവണത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് പാപ്പമാരുടെ അടുത്തേക്ക് പോകാം, കാരണം അവരാണ് ഇന്നത്തെ താരങ്ങൾ. എന്തായാലും എല്ലാവരും തന്നെ ആ ഒരു ആഘോഷ തിമിർപ്പിൽ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇത് തൃശ്ശൂർ കോർപ്പറേഷന്റെ ടീമാണ്, കോർപ്പറേഷൻ ടീമാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ?
അപ്പോൾ ഇത് കണ്ടില്ലേ, സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ, പല വിവിധ വകുപ്പുകളിലുള്ളവർ എല്ലാവരും തന്നെ ഇപ്പോഴും ചുവപ്പ് തൊപ്പി അണിഞ്ഞ് ആ ക്രിസ്മസ് പാപ്പമാരുടെ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഒരുപാട് കുട്ടികളെ കണ്ടു, അതുപോലെ തന്നെ സ്കേറ്റിംഗ് ബോർഡുമായെല്ലാം തന്നെ എത്തുന്ന ഒരുപാട് ആളുകളെ കണ്ടു. അങ്ങനെ ഒരു വിധത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ എല്ലായിടത്തും വളരെ മനോഹരമായ രീതിയിൽ ഈ ക്രിസ്മസിനെ ഇത്തവണത്തെ ക്രിസ്മസിനെ യാത്ര അയക്കുക, അതിനോടൊപ്പം തന്നെ പുതുവത്സരത്തെ വരവേൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം.